മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണിത്. വഞ്ചി രാജ്യത്തെ തിരുമുമ്പിൽ എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം നടന്ന സ്ഥലം ഏതാണ്? മന്നാടി. തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള സഖ്യം ഏത് ഉടമ്പടിയിലൂടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? സബ്സിഡിയറി അലയൻസ്. തിരുവിതാംകൂറിൽ സബ്സിഡിയറി അലയൻസ് ഒപ്പുവച്ച വർഷം 1795. തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ റെസിഡന്റ് ആരായിരുന്നു? കേണൽ കോളിൻ മെക്കാളി. ഷ്വാൻ തോമസ് മാൻറോ തിരുവിതാംകൂറിൽ റെസിഡന്റ് ആയിരുന്ന കാലഘട്ടം ഏതാണ്? 1810 - 1819. കേണൽ ജോൺ മാൻറോയുടെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂറിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ ഏതെല്ലാം? നികുതി പരിഷ്കാരങ്ങൾ, കോടതി സമ്പ്രദായം, ട്രഷറി സമ്പ്രദായം. തിരുവിതാംകൂറിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? നാഗർകോവിൽ. തിരുവിതാംകൂറിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്. രാജകവി എന്ന് അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. സംഗീതത്തിന് പ്രാധാന്യം നൽകിയിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ രചനയായ സംഗീത കൃതികൾ ഏതെല്ലാം? നവരത്നമാലിക, ഭക്തിമഞ്ജരി, പത്മനാഭ ശതകം. കൃഷ്ണഗീതി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ആദ്യ മലയാള പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. തിരുവിതാംകൂറിൽ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവിതാംകൂർ പബ്ലിക് ലൈബ്രറി സ്ഥാപിതമായ വർഷം 1829. ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതി ബായിയുടെ കാലത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉമ്മിണിത്തമ്പി. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലം 1829 - 1846. പാർവതി പുത്തൻകോട്ട കൊട്ടാരം നിർമ്മിച്ചത് ആരുടെ കാലത്താണ്? സ്വാതി തിരുനാൾ. ചാരുകച്ചേരി എന്ന സംഗീത സദസ്സ് നടത്തിയിരുന്നത് ഏത് രാജാവിൻ്റെ കാലത്താണ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ സെൻട്രൽ മ്യൂസിയം സ്ഥാപിച്ചത് ആരാണ്? ആയില്യം തിരുനാൾ. തിരുവിതാംകൂർ സെൻട്രൽ മ്യൂസിയം സ്ഥാപിച്ച വർഷം 1855. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപിച്ചത് ആരാണ്? ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ പോസ്റ്റൽ സംവിധാനം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? ഉത്രം തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ്? 1888. കോവളം ബീച്ച് ആരുടെ കാലത്താണ് വികസിപ്പിച്ചത്? ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ ആദ്യത്തെ ആയുർവേദ കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. ആയുർവേദ കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ച വർഷം 1889. തിരുവിതാംകൂറിൽ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ചത് ആരാണ്? ശ്രീമൂലം തിരുനാൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.